അമ്മ എന്തിനാ ഇനിയിപ്പോൾ അരിയൊക്കെ വെക്കണേ? എല്ലാം കൂടെ കല്യാണത്തിനങ്ങ് പോയാൽ പോരെ? എന്താ? അല്ല, എല്ലാവർക്കും കൂടെ കല്യാണത്തിനങ്ങ് പോയാൽ പോരേന്ന്. പിന്നെ എല്ലാവരും കൂടെ ഒന്നിച്ചല്ലേ കല്യാണത്തിന് പോണ പോച്ചകള്. അതിനിപ്പോ എന്താ അമ്മ? നമ്മളവര് കല്യാണം വിളിക്കാൻ വന്നപ്പോ എന്താ പറഞ്ഞേ? എല്ലാവരും കൂടി കുടുംബസമേതം കല്യാണ ദിവസം രാത്രി തന്നെ വരണം, അല്ല കല്യാണ ദിവസത്തിന്റെ തലേ തന്നെ വരണം എന്നല്ലേ? അതെല്ലായിടത്തും അങ്ങനെ തന്നെയാ. ഒരു കല്യാണ വീട്ടുകാർ കല്യാണം വിളിക്കാൻ വന്നിട്ട് അവർ പറയും എല്ലാ ദിവസവും അല്ല എല്ലാവരും കൂടെ ഒരാഴ്ച മുന്നേ വരണം, എല്ലാവരും കൂടെ വരണം എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഒരാഴ്ച മുന്നേ പോവോ? എല്ലാവരും കൂടെ പോവോ? അതിനിപ്പോ എല്ലാവരും കൂടെ ഒരാഴ്ച മുമ്പേ പോയി കഴിഞ്ഞാ പോയാൽ കുഴപ്പമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ നിന്ന് പോയാലേ കുഴപ്പമുള്ളൂ. 1 2 ഇല്ല 4 ഉണ്ടേ. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ വരും കേട്ടോ. പിന്നെ ഞാനും വരും. എല്ലാരും കല്യാണത്തിന് വേണം. അയ്യോ നീയും വരണണ്ടാ? ഞാനൊന്നും വരില്ല, ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ചേട്ടനെ ഇപ്പൊ ആരും കൊണ്ടുപോകാനാ? ഞങ്ങൾ ഇവിടെ എങ്ങനെ ആൾക്കാരെ കല്യാണത്തിന് കുറച്ച് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ചിന്തിക്കുമായിരുന്നു അല്ലേ? വിഷ്ണുവേ, അരി ഞാൻ കഴിയടപ്പത്തിലുണ്ട്, കുറച്ച് കഴിയുമ്പോൾ വേകും. പിന്നെ കറി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത്, അത് എടുത്ത് ചൂടാക്കിയിട്ട് നീ കഴിച്ചോളാം. അച്ഛൻ വരികയാണെങ്കിൽ അച്ഛനെ വിളമ്പി കൊടുക്കേ. അച്ഛൻ വരികയാണെങ്കിൽ അപ്പൊ അച്ഛൻ ഇവിടെ ഇല്ലേ? അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ രാവിലെ എന്തോ ജോലിക്ക് പോയേക്കാം. ജോലിയാ? അല്ല, അതിന് അച്ഛനെ അവിടെ ജോലി എന്തിനു പോയേക്കുന്നു? അതൊന്നും എനിക്കറിയില്ല. പറഞ്ഞിട്ടല്ലല്ലോ ഇപ്പൊ പോണേ എന്ത് ജോലിക്കാണെന്ന്. ചോദിക്കേണ്ട രീതി ചോദിച്ചാൽ ആരും എന്തും പറയും. അതിന് ജോലിക്കൊന്നും പോയായിരിക്കില്ല, എല്ലായിടത്തും കറങ്ങാൻ പോയായിരിക്കുള്ളൂ. എന്നമ്മ തീരുമാനിച്ചാ? എന്ത്? അച്ഛൻ പൈസയൊക്കെ ഉണ്ടാക്കിട്ട് വൈകുന്നേരം കൈ കൊണ്ട് തരുമ്പോ തന്നെ പറയണോട്ടാ. പിന്നെ പോവാൻ നേരത്തെ എന്നോട് ചോദിച്ചു വല്ലതും ഉണ്ടോ നീലു, കയ്യിലൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. പിന്നെ ഇങ്ങോട്ട് കൊണ്ടുത്തരാൻ പോണത്. അമ്മ, അച്ഛന് ജോലിക്ക് പോയി കഴിഞ്ഞാൽ പൈസ ഒന്നും കിട്ടത്തില്ലേ? കിട്ടുമായിരിക്കും, 2 ദിവസം കഴിഞ്ഞ് കിട്ടുമെന്നൊക്കെ എന്നോട് പറഞ്ഞേ. എനിക്കറിയില്ല ഒന്നും. എന്തോന്നമ്മ, അച്ഛൻ എന്ത് പണി കിട്ടിയാലും ഇങ്ങനത്തെ വെറൈറ്റി പണി മാത്രമേ കിട്ടുള്ളൂല്ലോ. അച്ഛന് പണി കിട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പണി കിട്ടുന്ന അമ്മയ്ക്കാ. ഇവിടെ കുറച്ച് ജോലിയുണ്ട്, ഒന്ന് സഹായിച്ചു തരാൻ പറ്റുമോ? വന്നിരുന്നങ്ങ് അച്ഛനെ അമ്മയെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. അല്ല, ഇനി ഇവിടെ എന്ത് ജോലിയുള്ള? ആ കിടക്കണ പാത്രമൊക്കെ അല്ലേ, ഒന്ന് കഴുകി വെച്ചൂടെ? കഴുകി വെച്ചൂടെ? എന്തോന്നത് കഴുകി വെക്കാം? ഞാനും കഴുകി വെക്കണം അമ്മ. വേണ്ട വേണ്ട, എണീറ്റ് പോ. കുക്കുമ്പർ ഇനിയുണ്ടമ്മ. ഒന്ന് എണീറ്റ് മാറിയ കൊച്ചാ, പണി തീർത്തിട്ട് പോകേണ്ടതാണ് കല്യാണത്തിന്. ആടാ ഇല്ലടാ, വീട്ടിലാരും ഉണ്ടാവില്ല, എല്ലാരും കല്യാണത്തിന് പോകാൻ പോവാ. അച്ഛൻ ജോലിക്ക് പോയി. നിങ്ങളെവിടെയാണ്? അങ്ങനെ ഫ്രീ ആണെങ്കിൽ നീ വീട്ടിലോട്ട് വാ, നമുക്ക് എല്ലാവരും കൂടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാമല്ലോ. ശരി, എന്നാ വിളിക്കുന്ന. ഓക്കെ. ചേട്ടൻ്റെ ഫ്രണ്ട്സിന്റെ എല്ലാവരും കൂടി ആളില്ലാത്ത നേരത്ത് വീട്ടിൽ കൊണ്ടുവന്ന് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോവാ. ആര് പറഞ്ഞു? അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്ക്. അതാണ് ചേട്ടന്റെ ആരോഗ്യത്തിന് നല്ലത്. ഭീഷണിപ്പെടുത്തണാണോ നീ? ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല. എന്റെ ചേട്ടനും ചേട്ടന്റെ ഫ്രീക്കും കൂട്ടുകാരും കൂടി ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നതെങ്ങനെ അച്ഛൻ കണ്ടുകൊണ്ട് വന്ന അച്ഛൻ ദേഷ്യം കയറും, നിങ്ങളെല്ലാവരും അടിച്ചോടിക്കും. അത് വേണ്ടല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ, അതിനും കുറ്റം. നീ പറഞ്ഞാൽ കറക്റ്റാടി. ഈ അടുത്തായിട്ട് അച്ഛനും ഡാൻസിലൊന്നും ഒരു സപ്പോർട്ടും ഇല്ല. ഡാൻസിനോട് മാത്രമല്ല, ചില ഡാൻസേഴ്സിനോട് അച്ഛന് കലിപ്പ് തന്നെ. കുട്ടി പിശാശേ, നിങ്ങക്ക് റെഡി ആവാനൊന്നുമില്ലേ? കല്യാണത്തിന് പോണ്ടേ? അല്ല, നിങ്ങൾ ആരുടെ കല്യാണത്തിനാണ് പോണത്? അതറിയില്ലേ? ആരുടെ കല്യാണ ശിവ? എനിക്കറിഞ്ഞൂടാ, ചേച്ചിക്ക് അറിയാം. എനിക്കറിയാൻ പാടില്ല, അമ്മക്കറിയാലോ എന്തായാലും. ആരുടെ കല്യാണം കൂടി അറിയാണ്ട് ഒരുങ്ങി പോവാൻ പോവാ. അതിരിക്കുന്നതിനാ നമ്മളറിയുന്നേ. നമ്മളെ അമ്മയോടൊപ്പം ചെല്ല, രാവിലെ സദ്യ കഴിക്കുക, എല്ലാവരും ഒന്ന് മൊങ്ങളിച്ച് ചിരിക്കുക, പിന്നെ തിരിച്ചിങ്ങ് പോരാ. അത്ര തന്നെ. ഇത്രയല്ലേ അറിയുള്ളൂ. ഈ കല്യാണത്തിന് പോണൊക്കെ വെറും ബോറ് പരിപാടി, അതല്ലേ ഞാൻ വരാത്തത്. അല്ല, അത് അമ്മ കൊണ്ടതുകൊണ്ടല്ലേ. അമ്മ എന്നെ കൊണ്ടോ? എന്താടി പ്രശ്നം? നീ കണ്ട പെമ്പിള്ളേരൊക്കെ വായി നോക്കി കിടക്കും, അതുകൊണ്ട്. അയ്യോ, അവരെന്നെ വായി നോക്കുന്ന വിചാരിച്ചിട്ടാണ് എന്നെ കൊണ്ടുപോകാത്തത്. ദൃഷ്ടി കണ്ണുവിടും. അത് ശരിയാ, റേറെ ഫീസായി പോയില്ലേ, അതുകൊണ്ടായിരിക്കും വായി നോക്കുന്നത്. അത് തന്നെ, കണ്ട വന്യമൃഗങ്ങളെയൊക്കെ കാണുന്ന പോലെയല്ല കാണണേ. ഇവിടെ ആരാണ് വന്യമൃഗം എല്ലാവർക്കും അറിയാടി, വെള്ളിമൂങ്ങ. നിർത്ത്. അതെ, ഞങ്ങൾക്ക് കല്യാണത്തിന് പോവാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ബാക്കി സംസാരിക്കാം. ഓക്കെ? എന്തൊരു അഹങ്കാരം ഒരു കല്യാണത്തിന് പോണേന്. അമ്മ റെഡി ആയില്ലേ? ചേച്ചി ഞാൻ റെഡി. വേഗം വാമേ. റെഡി? ഓക്കെ അല്ലേ? ഓക്കെ. ലച്ചു, നമുക്ക് നേരിട്ട് ആ ഹോളിലേക്ക് തന്നെ പോയാലോ? അപ്പൊ ഹോളിൽ വെച്ചാണ് കല്യാണം? അല്ല, റോഡിൽ വെച്ച്. അല്ല, ഈ അമ്പലത്തിലൊക്കെ കെട്ടി കിടക്കാറുണ്ടല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ വാ. എടാ വിഷ്ണു, ഞങ്ങൾ പോവാണേ. പെട്ടെന്ന് പോവാ. എന്താ ഏട്ടാ പറഞ്ഞുവിടാനൊരു ധൃതി? ചേട്ടനെ നമ്മളെ പറഞ്ഞിട്ടിട്ട് വേണം ചേട്ടന്റെ ഫ്രീക്കും കൂട്ടുകാരെ ഇവിടെ വിളിച്ച് ഡാൻസ്
ഡാൻസ് പ്രാക്ടീസ് നടത്താൻ. അതുകൊണ്ടാ. ഇപ്പോഴും വെറുതെ പറയണമ്മേ. ഞാൻ വെറുതെ പറഞ്ഞതാ. അമ്മ ചേട്ടൻ ഫോണിൽ കൂടെ വിളിച്ചു പറയുന്നത് ഞാൻ കണ്ടതാ. ആ ഫോൺ വിളിച്ചത് ശരിയാണ്. അവനാണ് ഇങ്ങോട്ട് വെച്ചത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ഇവിടെ വന്നോട്ടെ. ഞാൻ പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു. അന്ന് നീ അങ്ങനെ പറഞ്ഞേ? അല്ല നീ ഇവിടെ ഒറ്റക്കല്ലേ? അപ്പൊ പിന്നെ കൂട്ടുകാരൊക്കെ ഇവിടെ വന്നാലും എന്താ കുഴപ്പം? അയ്യോ അമ്മ ദേഷ്യപ്പെടുന്ന വിചാരിച്ചോണ്ട് അങ്ങനെ പറഞ്ഞത്. വിളിക്കാല്ലേ? വിളിക്കാം. വിളിക്കോടാ നീ, വിളിക്കുവാ നീ. നിന്റെ കൂട്ടുകാരെ ഇവിടെ വിളിച്ചു കയറ്റോ? വിളിച്ചു നോക്ക്, നിന്റെ കാലം മുട്ടിയാൻ നല്ല കുടിക്കും. കണ്ടാലോ ഇവിടെ വന്ന് കയറിട്ട് ഈ വീട് ഒരു കോലമൊക്കെ വെച്ചിട്ട് തിരിച്ചു പോകുള്ളൂ. ഞാൻ വിളിക്കണല്ലോ പോരെ. ആ വിളിക്കരുത്. അപ്പൊ അതിന്റെ അർത്ഥം ചേട്ടൻ എവിടെയോ പോവാനുണ്ട് അതല്ലേ? പോണ നിനക്ക്? എടാ നിനക്ക് വീട്ടിൽ നിന്ന് പുറത്തു പോണാന്ന്. വീടിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ വിഷ്ണു. ആ ഇതെന്തൊരു ഇഷ്ടം. ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? സാധാരണ നീ ഇവിടെ ഇരിക്കുമ്പോ എന്താ ചെയ്യാറുള്ളത്? കളിച്ചോണ്ടിരിക്കും. ആ അപ്പൊ അത് തന്നെ അങ്ങ് ചെയ്യും. പോവാൻ നോക്ക്. നേരം കാലം സമയമൊക്കെ ഉള്ളല്ലേ. മുഹൂർത്തം നോക്കിട്ടല്ലേ കല്യാണം കൊടുക്കണം. അമ്മ അച്ഛനോട് ചോദിച്ചിട്ടുണ്ടാവൂ? ഏയ് അച്ഛൻ സ്വന്തക്കാരുടെ കല്യാണത്തിന് പോകാൻ പോണില്ല. പിന്നെയാണ് എന്റെ സ്വന്തക്കാരുടെ കല്യാണത്തിന് പോണേ. വാ, ഓർമ്മയുണ്ടല്ലോ. ആരെ ഇതിനകത്ത് കയറ്റുകയും ചെയ്യരുത്. ഈ വീടിന് പുറത്തുനിന്ന് ഇറങ്ങാനും പാടില്ല. വേണമെങ്കിൽ മറ്റേ കൊച്ചിനെ വിളിച്ചേറ്റിക്കോ. ഏത് കൊച്ച്? ജെറിയെ. ചെറുക്കനും വാതിലൊക്കെ തുറന്നിട്ട് എങ്ങോട്ടാ പോയേ? എടാ വിഷ്ണുവേ. അമ്മ അതിനകത്ത് ഫോണിൽ ചെവി കുത്തി കൊണ്ട് നടക്കണ്ടാവും. പോയി വിളിച്ചിട്ടുണ്ടോ? ചേട്ടാ. അമ്മ നീ മുറി കലമുറി കിടക്കണേ. ആ ഞാൻ പറഞ്ഞില്ലേ അവന്റെ ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ടുണ്ടാവും. വന്ന് നശിപ്പിച്ചിട്ട് പോയാടാ നിന്റെ ഫ്രണ്ട്സ്. ചേട്ടാ അല്ല അമ്മ. അമ്മ ചേട്ടൻ മുറിയിലൊന്നും ഇല്ലല്ലോ. ഇല്ലേ? അവിടെ ഇല്ലെന്നേ. അവനെങ്ങോട്ട് പോയി? എല്ലാം കല്യാണം കഴിഞ്ഞ് എത്തിയാ? നിന്നോട് ഞാൻ പറഞ്ഞേണാ വാല് തുറന്നിട്ട് എങ്ങോട്ടും പോകരുതെന്ന്. എവിടെ പോയടാ നീ? ജെറിനെ ഇവിടെ കയറ്റാൻ പറ്റില്ല പറഞ്ഞു. ഞാൻ ജെറിന്റെ വീട്ടിൽ പോയി. വാല് തുറന്നിട്ട് എന്നെ പോണോ അതിന്? ഞാൻ പൂട്ടിയിട്ടിട്ടാണ് പോയത്. പൂട്ടിട്ടാ പോയത്? അല്ല അപ്പൊ ഞങ്ങളൊന്നും വാല് ഇവിടെ തുറന്നു കൊടുക്കുവായിരുന്നല്ലോ. അപ്പൊ നീ ചാവി എവിടെ വെച്ചേ? സ്ഥിരം വെക്കണ സ്ഥലം തന്നെ. ചവിട്ടിനടി വെച്ച്. എന്തത്? പിന്നെ വാതിലാര് തുറന്നിട്ട്? അതിപ്പോ ഇനി അച്ഛൻ വന്ന് തുറന്നിട്ടുണ്ടാവും. അച്ഛൻ വന്ന് തുറന്നിട്ടൊന്നുമില്ല. അച്ഛൻ ഇവിടെ എങ്ങും വന്നിട്ടില്ല. ഞാൻ നോക്കിയതല്ലേ. അപ്പൊ അച്ഛൻ വന്ന് തുറന്നിട്ട് പുറത്തു പോയിട്ടുണ്ടാവും. അച്ഛനെ വിളിച്ചു നോക്കിയേ. ഫോൺ കളഞ്ഞ? വിളിക്കി വെട്ടുന്നു. അച്ഛാ അച്ഛനെവിടെയാ? അച്ഛൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നാ? ഇല്ലേ? വന്നിട്ടില്ലേ? അയ്യോ ആ ശരി. ഒന്നുമില്ല ഒന്നുമില്ല പറന്ന്. ഇല്ല വന്നിട്ടില്ല. അച്ഛൻ മറ്റേ ജോലി പണി തിരക്കിലാണ്. ഇനി ആര് വാതിൽ തുറന്നിട്ടേ? അമ്മ എനിക്കൊരു ഡൗട്ട്. നിന്റെ ഡൗട്ട് പിന്നെ കേക്കാം. ഇതെന്താ നോക്കട്ടെ ആദ്യം. കള്ളം കയറിയ ഇവിടെ? അതല്ലേ ഞാനിപ്പോ പറയാൻ വന്നേ. നോക്കി വല്ലതും പോയിട്ടുണ്ടെങ്കിൽ. എന്റെ ദൈവമേ, 1500 ഇവിടെ വെച്ചിരുന്നു. അത് കാണില്ല. ആ ഗോൾഡൊക്കെ പണയിരിക്കണത് ഭാഗ്യം. അതുകൊണ്ട് അതുണ്ട് ഇവിടെ. എന്നാൽ ഈ വീട്ടിൽ വന്നൊക്കെ ഏത് എണ്ണം കേട്ട കളറാണ് അവിടെ കയറിയത്? ഇനി വാചടിക്കണ്ട് നോക്ക് വേറെ വല്ലതൊക്കെ പോയിട്ടുണ്ടോന്ന്. അച്ഛന്റെ റൂമൊക്കെ ഇളക്കി മറിച്ചിട്ടിരിക്കട്ടെ കള്ളൻ. അതിന്ന് എന്ത് കൊണ്ടുപോവാൻ? വേറെ വല്ലയിടത്ത് നോക്ക് വല്ലതും പോയിട്ടുണ്ടോന്ന്. അമ്മ എന്തായാലും വിഷമിക്കണ്ട. ഈ റൂമിന് 1500 രൂപയല്ലേ പോയുള്ളൂ. അത് കാര്യമൊക്കെ ഉണ്ടാവും. അത് കാര്യമൊക്കെ ഉണ്ടെന്ന്. വേറെ വല്ലതും കൊണ്ടുപോയിട്ടുണ്ടെന്ന് എങ്ങനെ അറിയാൻ പറ്റും? നോക്കട്ടെ പോയി നോക്കി വായി മുളിച്ചിക്കാണ്ട്. നീ അച്ഛനെ വിളിച്ചു പറ. ചേച്ചി ഇവിടെ ഒന്നും പോയിട്ട് എല്ലാം അവിടെ കിടക്കുക. ആണോ? എന്തായാലും ഭാഗ്യമുണ്ട് കേട്ടാ. വിലപിടിപ്പുള്ളൊന്നും കൊണ്ടുപോയില്ലല്ലോ. അതന്നെ ഒരു സമാധാനം. ഞാൻ ആ ചിരട്ട വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ അമ്മ? അതൊന്നും കാണാനില്ല. അതൊക്കെ കൊണ്ടുപോയി. എന്റെ ചേച്ചി ഇവിടെ 1500 രൂപന്റെ വിഷമത്തിലിരിക്കുമ്പോ ചേച്ചിയുടെ 2 ചിരട്ടനുണ്ടൊക്കെ സാധനം അതൊക്കെ കളം കൊണ്ടുപോയി തിരിച്ചൊക്കെ കൊണ്ടുവരും. ചിരട്ട കൊണ്ട് സാധനം. കള്ളനെ ഇവിടെ കിടന്ന് ഉറങ്ങാൻ വന്നതല്ല. അയാളുടെ ജോലി കഴിഞ്ഞ് പോയി. കള്ള എവിടെയാണ്? കള്ളം വന്ന് വീട്ടിൽ കയറി സാധനങ്ങൾ എടുത്തിട്ട് പോയപ്പോ വായും പഠിച്ചിങ്ങനെ നിന്ന് ഇതിനവിടെ ഭർത്താവിനെ കുറ്റാൻ പറഞ്ഞാടി നീ. അയ്യോ എന്റെ ടൂൾസ് വല്ല എടുത്തിട്ട് പോയാ? അയാൾ അതൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ടൂൾസ് കൊണ്ടുപോകാൻ പറ്റിയ സാധനം എന്ത് ഇലക്ട്രോണിക് സാധനങ്ങൾ അയാൾക്ക് വേണ്ടേ? അതിനകത്ത് വിലപിടിപ്പുള്ളൊന്നും ഇല്ലല്ലോ. ഒന്നും ഇല്ലല്ലോ. എടി വേറെ എന്താ എടുത്തിട്ട് പോയത്? പറ. പൈസ ആഭരണം വല്ല എടുത്തിട്ട് പോയാ? കൊണ്ടുപോയി ഒരുപാട് രത്നങ്ങൾ. ഇവിടെ ഇരിക്കല്ലേ കൊണ്ടുപോകാനായിട്ട്. ആകെ 1500 രൂപ ഉണ്ടായത്. അതും കൊണ്ട് കള്ളം പോയി.
1500 നിന്റെ ഉണ്ടായിരുന്ന എന്നിട്ടാണ് ഈ രാവിലെ ഒരു 500 രൂപ ചോദിച്ചപ്പോ തരാത്തത്? അത് നിൽക്കുന്ന നിങ്ങൾ തിരിച്ചു തരില്ലല്ലോ. കള്ള നിന്റെ അച്ഛനാണ് തിരിച്ചു തരാൻ തന്നെ. എന്റെ അമ്മ ആ പൈസ അച്ഛന് കൊടുത്തായിരുന്നു ഇപ്പൊ ഇങ്ങനത്തെ ഒരു നാശം വരുമായിരുന്നോ? അത് ആ കള്ളന് വിധിച്ചായിരുന്നു. ആ കള്ളൻ വെച്ചത് അപ്പൊ ഞാൻ കള്ളനാടി? ഞാൻ അങ്ങനെ പറഞ്ഞില്ല. ആ കള്ളൻ ഇത് ഈ കള്ളൻ ഇനി വഴക്കൂട് പോലീസിനെ അറിയിക്കണ്ടേ? പോലീസിനെ അറിയിക്കുന്നത് ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് എനിക്കറിയാം. പോലീസിനെ കണ്ടുപിടിക്കുന്നതിന് സുരേന്ദ്രായി സുരേന്ദ്ര എടാ നീ അറിഞ്ഞാ നമ്മളെ വീട്ടിൽ കള്ളം കയറി ആണോ? ഓഹോ എന്ത് അവ അറിഞ്ഞ് ഈ വീട്ടിൽ കള്ളം കയറിയത്? അയ്യോ അതെങ്ങനെ അറിഞ്ഞ്? നിന്റെ ഈ മോനിലെ ചപ്പറത്തല്ലേ ഇവ നമ്മളെ വീട്ടിൽ കള്ളം കയറിയത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തേക്കുന്നു. മൊത്തം അറിഞ്ഞു. എന്നാ പിന്നെ ചേട്ടൻ ലൈവും കൂടെ പോയായിരുന്നില്ലേ? കള്ളം കയറിയ വീട്ടിൽ നിന്ന് തത്സമയം വിഷ്ണു എന്ന് പറഞ്ഞിട്ട്. ഇവന്റെ കാര്യം ഞാൻ പോട്ടെ. എന്റെ ചെറിയ സ്കൂട്ടറോടും കള്ള അടിച്ചു പോയി അറിഞ്ഞൂടാ. ആ പണം ഒരു സമ്പാദ്യം എനിക്കുള്ളൂ. അച്ഛാ അച്ഛന്റെ മേശക്കച്ച് പോയും തപ്പ്. അച്ഛന്റെ രഹസ്യ സമ്പാദ്യം എന്താണ്? രഹസ്യ സമ്പാദ്യങ്ങളെല്ലാം കള്ളെടുത്തോണ്ട് പോയെന്ന് നോക്ക്. രഹസ്യ സമ്പാദ്യം? അച്ഛന് രഹസ്യ സമ്പാദ്യം? ആ ചെല്ലു നോക്ക് രഹസ്യ സമ്പാദ്യം. ആ ചെറിയ സ്കൂട്ടർ പോയി ഉച്ചന്തല കുത്തിയിറക്കും ഞാൻ വലിയ സ്കൂട്ടർ എടുത്തു. അത് പോയാ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ അതും പിടിച്ച് അവിടെ ഇരിക്കൂലല്ലോ. എന്ത് നീലടി പറഞ്ഞു ഇവിടുന്ന് ഒന്നും എടുത്തില്ലെന്ന്? എന്റെ ചെറിയ സ്കൂട്ടർ കാണാനില്ല, കള്ളെടുത്തോണ്ട് പോയി. എന്റെ ദൈവം ഇത്രയും ദാരിദ്ര്യം പിടിച്ച കള്ളനാണ് ഇവിടെ വന്നു കയറിയത്. എന്റെ അച്ഛാ ആ കള്ളൻ സ്ക്രൂ ഡ്രൈവർ എടുത്ത് വല്ല പൂട്ടും തുറക്കാനായിരിക്കും. ഒരു ഉപയോഗം കഴിഞ്ഞാൽ കളന് തിരിച്ച് വെച്ചിട്ട് പൊയ്ക്കൂടടി. നല്ല തഴക്കവും പഴക്കവും സ്ക്രൂ ഡ്രൈവർ ആയിരുന്നു. ഇതുപോലെ തന്നെ കിട്ടാൻ ഞാൻ എവിടെ പോകണോടി? ഒരു സ്ക്രൂ ഡ്രൈവർ പോയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കണേ. വേറെ വല്ലതൊക്കെ പോയെന്ന് നോക്കച്ചാ. ബാലു ഞാനറിയാതെ മാറ്റി വെച്ചേക്കണ പൈസയൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാന്ന് നോക്ക്. ചിലപ്പോ പോയിട്ടുണ്ടാവും. അത് ഇവിടെ അല്ലേ വെച്ചിരിക്കണേ? അതെവിടെ വെച്ചിരിക്കണേ? അത് ഞാൻ സ്വിസ് ബാങ്കിൽ ഇട്ടേക്കണം. ഓ അവിടെ കണക്ഷൻ ആണ്. അപ്പൊ 1 2 3 4 ടി വി പോയിട്ടില്ല. അത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിനും സ്ഥലം ബാക്കി കിട്ടിയാൽ അത് തന്നെ. വേറെ അച്ഛൻ്റെ ആണോ? ഇതാരുടെ? ഇതെന്റെ ഫോണല്ലോ മക്കളെ. അമ്മയുടെയാ? ഫോൺ എന്റെ അല്ല. അപ്പൊ പിന്നെ ഇതാരുടെ? അച്ഛാ ഇത് ചിലപ്പോ കള്ളന്റെ ഫോണായിരിക്കും. കള്ളന്റെ ഫോണാണ്. മോഡിയുടെ ഇടയിൽ ഇതിവിടെ മിസ്സായത്. നോക്കിയത് നമുക്കൊരു പോലീസിനെ വിളിച്ച് ഇത് കൊടുത്താലേ ഈ ഫോൺ. പോലീസിനെ വിളിക്കാം. ഇത്രയും വലിയ തെളിവ് നമ്മളെ കിട്ടുമ്പോൾ എന്തിനാ പോലീസിനെ വിളിക്കണത്? പിന്നെ അത് എന്റെ കയ്യിൽ ഒതുങ്ങാന്നുള്ളതേ ഉള്ളൂ. എന്തു ചെയ്യാൻ ഞാൻ ചെയ്യാം മക്കളെ. ഇത് ഓണാക്കിയിട്ട് കോൾ ലിസ്റ്റ് എടുക്കണം. അവസാനം വിളിച്ച് ആരെയും നോക്കണം. എന്നിട്ട് അവരെ വിളിക്കണം. വിളിക്കുമ്പോൾ കള്ളനെ കൈകൊണ്ട് പിടിക്കാം. എടുത്ത് പോലീസിന് കൊടുക്കണത് ബാലുവിന്റെ കയ്യിരിക്കട്ടെ. വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകലേട്ടാ മക്കളെ. അത് ഓണായില്ലേ? ഇത് ഓണാവണില്ല, ചാർജ് ഇല്ലാന്ന് തോന്നുന്നു. ചാർജ് ചെയ്യടി. ബാലു എന്ത് ചെയ്യണമെന്നത്? ചാർജ് ചെയ്തിട്ട് പിന്നെ ഞാൻ കാണിച്ചു തരാം എന്ത് ചെയ്യണമെന്ന്. ഇതെനിക്ക് കണ്ടുപിടിക്കാന്നുള്ളേ ഉള്ളൂ കള്ളനെ. ഫോൺ എടുത്തോണ്ട് വാടി. അച്ഛൻ ചാർജ് ഫുൾ ആവണ്ടേ? ഫുൾ ആയിട്ടില്ല. ഫുൾ ചാർജ് ആയിട്ട് ഒരുപാട് വിളിക്കാണ്ട. അവസാനത്തെ കോൾ വിളിക്കാൻ വേണ്ടിയിട്ടില്ല ചാർജ് ചെയ്യാൻ പറഞ്ഞത്. അതൊക്കെ ഓക്കെ, പക്ഷെ ഇത് പാറ്റേൺ ലോക്കാ. അയ്യോ തുറക്കാൻ പറ്റില്ല. മക്കളെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാനേ ട്രൈ ചെയ്യാൻ ലോക്ക് അറിയാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂ? ഓപ്പൺ ആയില്ലേ? എന്റെ അച്ഛനെ പോലീസിന് ചേർന്നൂടെ? എന്തൊരു അപാര ബുദ്ധിയാണ്. മക്കളെ എന്ത് ചെയ്തു? ഇതാണ് ലാസ്റ്റ് ഇതിനകത്തേക്ക് വന്നേക്കണ കോള്. ഹലോ. എന്താ പറഞ്ഞേ? ഇത് പിസ്സ ഓർഡർ ചെയ്ത നമ്പറാണ്. കള്ളന്മാരൊക്കെ പിസ്സയെ കഴിക്കും, അതും ഫോണിൽ ഓർഡർ ചെയ്തിട്ട്. അച്ഛാ ഈ ഫോണിലോട്ട് ലാസ്റ്റ് വന്ന കോള് വിളിച്ചു നോക്കാതെ ഈ ഫോണിന് ഏറ്റവും കൂടുതൽ കോള് പോയത് ഏത് നമ്പറിലാണ് നോക്ക്, എന്നിട്ട് അതിൽ വിളി. അതാണ് നല്ലത്. അതാണ് അടുപ്പിച്ചടുപ്പിച്ച് 6-7 കോൾ എടുക്കണം. ഇതെവിടെയുണ്ട് അച്ഛാ? ഇതേ ഫോൺ വന്നിക്കണം. ഹലോ. ഫോണാ? എടാ നാണമില്ലടാ കള്ള. വീട്ടിൽ മോട്ടിക്കാൻ ഫോൺ മറന്നു വെച്ചിട്ട് പോയിട്ട് ഫോൺ എന്നോടാ ചോദിക്കണടാ.
ഞാൻ മോട്ടിച്ചെന്നാ? നീയാണോ മോട്ടിച്ചത്? പെരുങ്കള്ള. എടാ മോട്ടിച്ചിട്ട് ഫോൺ എടുത്തോണ്ട് പോണോടാ. ഇവിടെ ഇട്ടിട്ട് പോകാൻ ചെയ്യണത് എന്നിട്ട് ധൈര്യം ഇങ്ങോട്ട് വേണം നീ. കള്ള, പെരുങ്കള്ള, നാണം കെട്ട കള്ള, മണ്ടൻ തിരിമാരി. എടാ മോട്ടിക്കാണ് എന്നോട് ആദ്യം. അല്ലാതെ മോട്ടിക്കെടുത്ത് തെളിവ് ഇട്ടിട്ട് നിന്റെ ഫോൺ കളഞ്ഞിട്ട് പോയാൽ നിന്നെ അപ്പം പൊക്കൂടാ പറ്റി. ആ ഫോണ് സംഭവം എന്താ? സംഭവം അവൻ പറയണ ഞാൻ മോട്ടിച്ചെന്ന് ഫോണ്. അയ്യോ, കള്ളന്മാർക്കൊക്കെ എന്താ അഹങ്കാരമാണല്ലേ? അതെന്നുവെച്ചാ എന്തൊരു ധൈര്യ. കള്ളന്മാരൊക്കെ ഇപ്പൊ ഒടുക്കത്തെ ഹൈടെക്കാ. ബാലു, എന്റെ കുടുംബത്തിൽ കുറെ പോലീസുകാരില്ലേ? എന്തിനി? അല്ല, അവരാരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അവര് കള്ളനെ ഉടനെ പിടിക്കുമല്ലോ. എന്നിട്ട് ആ ക്രെഡിറ്റ് അവന്മാർക്ക് പോരാ? അങ്ങനെ വേണ്ട. പിന്നെ പഴയ കുറെ നിൽക്കുന്ന പോലീസുണ്ട്. എന്നാ പിന്നെ സ്വയം ക്രെഡിറ്റ് എടുക്കും. അതെ ഞാൻ തന്നെടാ. എടാ നാണവും മാനവും ഇല്ലടാ നിനക്ക്. എന്തോ പറഞ്ഞടാ എന്റെ വീട്? പറഞ്ഞടാ പാറപട ഹോസ്റ്ററാ. ആ മൂലപ്പാടോട് അവിടെ വന്നത് ബാലേന്ദ്രൻ തമ്പി. നീ ആരോടാ ചോദിച്ചോക്ക്? കള്ള, പെരുങ്കള്ള, വച്ചിട്ട് പോടാ. ആ തിരിച്ചറിഞ്ഞു അടിച്ച് പൊട്ടിച്ചിറങ്ങി പോണേ. നീ ആരടാ നീ? കാളായി. വെല്ലുവിളിയാണോ? വെല്ലുവിളി അവൻ വരാന്ന്. വരൂ ഇങ്ങോട്ടൊപ്പം. അവന് നമുക്ക് ഭയങ്കര ധൈര്യമല്ലേ? എത്ര രൂപ മോട്ടിച്ചത്? 1500. 2500 എന്നാലും ഞാൻ ഫോൺ കൊടുക്കുള്ളൂ. അത് ഞാൻ അടിച്ച് പൊട്ടിച്ചളാം ഞാൻ. വച്ചേ മക്കളെ വച്ചേ. ആവശ്യം വരും. അങ്ങനെ വിടാൻ പറ്റൂലല്ലോ. കണ്ടാ ഇത് അമ്പലത്തിന്റെ പടം. അവ ഈശ്വര വിശ്വാസം കേട്ടാ കള്ളായി. അയ്യോ ഇത് കണ്ട അവൻ ലോക്കപ്പിൽ കിടക്കുന്ന പടം. നീലോ എന്ത് എടി നോക്കടി, എവിടെ കള്ളം മിടുക്കാൻ തന്നെ കേട്ടോ. അവന്റെ ലോക്കപ്പിൽ കിടക്കുന്ന പടം ഇട്ടേക്കണവൻ. അച്ഛൻ്റെ അടുത്ത പ്ലാൻ എന്താണ്? എടാ പ്ലാൻ ഇത് തൊണ്ടി മുതലല്ലേടാ. ഇത് കൈയോടെ പിടിക്കാടാ. അവന് നമ്പരും ഇല്ലേ? അച്ഛാ നമ്മൾ കള്ളനെ പിടിച്ച കൂടുതൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. ബാലു, നിങ്ങൾ അവനെ പിടിച്ച് എന്റെ മുമ്പിൽ വെച്ച് തന്നാൽ മതി. ഞാൻ പിന്നെ വിളിച്ചു പറഞ്ഞോളാം വീട്ടില്. വീട്ടിലാ? ആ എന്റെ മറ്റേ പോലീസുകാരില്ലേ, ആങ്ങളമാര്. നമ്മളെ വീട്ടുകാർ പോലീസുകാർക്ക് നമ്മൾ അവാർഡ് വാങ്ങിച്ചു കൊടുത്ത അടങ്ങോളാടി. ഒരു പെറ്റി കേസിന് പോലും ഉദാഹരണമാണ് ആ പോലീസുകാരന്മാർ. ഈ പഠിക്കാതെ ഞാൻ കേട്ടുള്ള കാര്യം ഞാൻ പറയാം. വേണ്ടെങ്കിൽ വേണ്ട. അച്ഛാ അതെ, കള്ളനെ പിടിച്ചു കഴിയുമ്പോൾ എനിക്കൊരു സെൽഫി എടുക്കണം. ഞാൻ ഇന്ന് വരെ കള്ളൻ്റെ ഒപ്പം സെൽഫി എടുത്തിട്ടില്ല. എന്നിട്ട് അടിക്കുറക്കൊണ്ട് എഴുതിയാടാ ആൽമരത്തിന്റെ തണലിൽ കള്ളനെന്ന് ചപ്രത്തലയാ. അയ്യോ പറഞ്ഞു തന്നില്ല. കള്ളന് 101 വയസ്സ്. ഹലോ കള്ളാടാ. നീ എവിടാ? വീട്ടിൻ്റെ നിനക്ക് കട്ടോണ്ട് പോയ ഫോണ് തിരിച്ചു കൊടുക്കാൻ വല്ലാത്ത മടിയാണല്ലോടാ. ഇത് കട്ടോണ്ടോയല്ല, കള്ളം മോഷ്ടിക്കാൻ വന്നപ്പോ ഇവിടെ മറന്നു വെച്ചിട്ട് പോയത്. തൊണ്ടി മുതലാണ്. തൊണ്ടി മുതലാതെ കള്ളനെന്നൊക്കെ നമുക്ക് അങ്ങ് സ്റ്റേഷനിൽ പോയി തീരുമാനിക്കാം. എന്തോന്ന് സാറേ ഇത്? എന്തോന്ന് സാറേന്നാ? എസ് ഐയുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച മോഷണം പോയ ഫോണാ. ഒരാഴ്ചയായിട്ട് സ്വിച്ച് ഓഫാ. ഇന്നാ ഇതൊന്ന് ഓണാന്ന്. അല്ല ഇന്നാലാണ് നമ്മൾ ഓണാക്കിയെന്നല്ലേ? അതെ ഇന്നാ ഓണാക്കിയത്. നീ എസ് ഐയുടെ ഫോണിന്റെ ലോക്ക് വരെ മാറ്റിയല്ലോ. അത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നമ്മള് നമുക്ക് ശരിയാക്കാം. ബാ സ്റ്റേഷനിലേക്ക് പോകും. അതെ അവിടെ നിങ്ങള് നിന്റെ കുടുംബത്തിൽ പോലീസ് ഉണ്ടല്ലോ. വിളിച്ചു പറയണ്ട. എങ്കിൽ ഇന്നൊന്നും ഞാൻ ഇറങ്ങൂല. ഞാൻ ഇങ്ങനെ ഇറങ്ങിക്കോളാം കേട്ടാ. ഇടി ചോറിന് വെള്ളം ഒഴിക്കല്ലേ? അത്താഴത്തിനുള്ള ഞാൻ കാണുവേ. പറഞ്ഞ പോലെ പോയിട്ടോ. ഓക്കെ. അതെ മീൻ മേടിക്കണ്ടേ? അപ്പൊ കൊഴുവ മതിയാ? കൊഴുവ വേണ്ട, ചൂരല്ല നല്ലത്. ചൂരാണ് നല്ലത്. സാറിന് ഇഷ്ടം കയറിയാണെങ്കിൽ കയറാൻ വേണ്ടി. സാറോട് താമസിക്കുന്നത്? ഞാൻ ആലപ്പുഴയിൽ. കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചോ? പിള്ളേരുണ്ടാ? പിള്ളേരായിട്ടില്ല. എന്തോന്ന് ലച്ചു നിനക്കറിയാൻ പറ്റില്ല. എത്ര പ്രാവശ്യം ചെയ്ത് അത് പോയിട്ട് തിരിച്ചു വന്നു.